പിന്നെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷത്തിൽ അമ്മയുടെ സോവനീറായിട്ട് കിടക്കുന്ന ഓർമ്മ ആരോ ഒന്ന് പറഞ്ഞതാ. അമ്മയ്ക്ക് ഇപ്പോഴും പുറത്തിറങ്ങി വെച്ചൊരു കോംപ്ലക്സ് ഉണ്ട്. സുന്ദരനായ അപ്പൻ്റെ അത്രയും അമ്മ വരുന്നുണ്ടോ? ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ ആ സ്ത്രീ ചോദിക്കും, എന്നെ കാണിച്ചിട്ട് നീ ഇടാവൂ, വെറുതെ കണ്ണി കണ്ടുകൊണ്ട് ഇടരുത്, എനിക്ക് പറ്റില്ല നാണം കടാൻ. കാരണം കുഞ്ഞുനാളിൽ എൻ്റെ വേദന ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇത് അമ്മ കാണുമല്ലോ എന്നാണ്. അമ്മയ്ക്കത് പിന്നെ വേദനയാവൂ എന്നുകൊണ്ട് ഞാൻ ആ സെൻറ്റൻസ് പൂരിപ്പിക്കണില്ല. ഞാൻ പറഞ്ഞ പല കുത്തുവാക്കുകൾ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ. അവർ കടന്നുപോയ യുദ്ധം ഒരു സൈഡിൽ അവർക്ക് എൻ്റെ അപ്പൻ എല്ലാവരും അച്ഛന്മാരോട് കുർബാന എല്ലാ അച്ഛന്മാരെയും വിളിച്ച് ചായ കൊടുക്കുന്നു, നമ്മുടെ വികാരിച്ചിന് ഭക്ഷണം കൊടുക്കണം. കൊടുക്കണതാരാ? എൻ്റെ അമ്മയാണ്. അപ്രീസിയേഷൻ മുഴുവൻ കിട്ടുന്നവർക്കാ അപ്പനാണ്. കാരണം അപ്പനാണ് പള്ളിക്ക് വേണ്ടി നിൽക്കുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. എൻ്റെ അപ്പൻ പറയും, എടാ കർത്താവിന് മുമ്പിൽ എല്ലാ ദിവസവും കുർബാന കാണുന്ന അപ്പൻ നിനക്കുണ്ട്, ധൈര്യമായി നീ ടോക്ക് ഷോയ്ക്ക് പോകും. എല്ലാ ദിവസവും യൂട്യൂബിൽ കുർബാന കാണുന്ന അപ്പനെ എനിക്കറിയാം. അപ്പൻ യൂട്യൂബ് ഓണാക്കുമ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ കട്ടിലിൽ നിന്നൊരു സ്ത്രീ എഴുന്നേക്കുന്ന കേൾക്കാം. അപ്പൻ സെർച്ച് ചെയ്യുന്നു ടുഡേയ്സ് ഹോളി മാസ്, അപ്പോൾ അടുക്കളയിൽ ഒരു സ്ത്രീ പാത്രം എടുക്കുന്നത് കേൾക്കാം. ഹോളി മാസ് ഓഫ് ദിസ് പ്രീസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അമ്മ വെള്ളം തിളപ്പിക്കുന്നു, പുട്ടിന് നനയ്ക്കുന്നു. അപ്പം കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ നീണ്ട മുടി ഇങ്ങനെ വരിച്ച് കെട്ടി കണ്ണ് തിരുമ്മി പുട്ടും കടലയും ഉണ്ടാക്കുന്നു. അപ്പൻ കുർബാന കഴിഞ്ഞ് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ടേബിളിലോട്ടിരിക്കുമ്പോൾ അതാ ടേബിളിൽ പുട്ടും കടലയും. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും, ഈശോയെ നിൻ്റെ മുമ്പിൽ നിന്നെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന രാവിലെ എഴുന്നേറ്റ് കുർബാന കണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പൻ, ഇവിടെ രാവിലെ എഴുന്നേറ്റ് അപ്പന് വേണ്ടി പുട്ടും കടല ഉണ്ടാക്കുന്ന അമ്മ, നിനക്ക് ആരോടാണ് ഒരു ഇറ്റ സ്നേഹം കൂടുതൽ? ഞാൻ പറയും, നീ എൻ്റെ അപ്പനെ ഞാൻ തെരഞ്ഞെടുത്ത് അന്ന് നമ്മൾ ബന്ധം അവസാനിക്കും. ഈ രണ്ട് യുദ്ധങ്ങളും നടുക്ക് ജനിച്ച മകനാണ് ഞാൻ. നമ്മുടെ കുടുംബങ്ങളിലില്ലേ ഹസ്ബൻഡിൻ്റെ ചില താല്പര്യങ്ങളെ പ്രതി സഹിക്കേണ്ടി വരുന്ന ഭാര്യമാർ. എൻ്റെ അമ്മയ്ക്ക് യാത്ര ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പന് യാത്ര എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഒരിക്കൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന നേരത്ത് അപ്പൻ റിട്ടയറായി ഇസ്രായേൽ യാത്രയ്ക്ക് പോകണം. നമ്മുടെ ക്രിസ്ത്യാനികൾ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് എത്ര സ്ഥലം കാണുക എന്നുള്ളതാണ്. ബത്ലഹേം പാലസ്തീനൊക്കെ കാണണം. അപ്പം അമ്മയോട് ചെടി നീ വരുന്നോ? ആദർശിന് ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ള ആരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ആയിട്ടില്ല. ജോസഫ് എന്ന ഒരാളെ മോനുണ്ട്. എത്ര പൈസ മുടക്കി ഇത്രയും വിശുദ്ധനെ കാണേണ്ട ആരുണ്ട്? ഇവിടെ ഇരിക്കണ ആ ആൾ തന്നെയല്ല അവിടെ ഇരിക്കണേ. അപ്പം അമ്മ നീ എന്താ അങ്ങനെ പഠിക്കും? ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേടി, യേശു ജനിച്ചു വളർന്ന നാട്, അയാൾ കുറിച്ച് തിരക്കപ്പെട്ട ആ മുൾക്കിരീടൊക്കെ അവിടെ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്ക് അവിടുത്തെ മുൾക്കിരീടത്തോ തൊട്ടാൽ മതി. അപ്പം പറഞ്ഞു, ഇതൊരു അവസരമല്ല എന്നും കുട്ടി, എത്രയോ പേര് യാത്ര ചെയ്യും, നമ്മൾ നോക്കി കണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒന്നും നടക്കില്ല. എന്നാൽ നിങ്ങൾ തന്നെ പൊക്കോ, നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ടെങ്കിൽ. എൻ്റെ അപ്പൻ അനുസരണയുള്ള ഒരു ഭർത്താവാണ്. പുള്ളി ഒറ്റയ്ക്ക് പോയി. എൻ്റെ 10ാം ക്ലാസ് തുടങ്ങി ഇന്ന് വിവാഹം കഴിച്ച അവസ്ഥയിലെത്തുന്ന ഇപ്പൻ്റെ 30കളുടെ മധ്യത്തിൽ വരെ വലിയൊരു തർക്കം ഉണ്ടാകുമ്പോൾ അമ്മ പറയും, നിങ്ങൾ തന്നിഷ്ടത്തിന് ഇസ്രായേൽ പോയവനല്ലേ? അപ്പം പറയും, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? യുദ്ധമാണ്. ഒരുപാട് ആളുടെ വിചാരം ഈ എൻ്റെ പേരിൽ ജോസഫ് അന്നൻകുട്ടി ജോസഫോട് വീട് സ്വർഗം തന്നെയാണ്. ആത്മാവിൽ തൊട്ട് പറയുന്നു, സ്വർഗമാണ് എൻ്റെ വീട്. ആ വീട് സ്വർഗമാവാൻ കാരണം യുദ്ധങ്ങളുടെ ഇടയിൽ ഒരാളിന്നിങ്ങനെ ബേസിക്കലി നന്മയുണ്ട്. ഞാൻ പറഞ്ഞ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അവസാനം ഞാൻ പറഞ്ഞ അപ്പൻ എനിക്കൊരു പ്രൈവറ്റ് വെഡിങ് മതി. എനിക്ക് ആളുകളെ വിളിച്ച്, എൻ്റെ അപ്പൻ പണ്ട് സമയം കളഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് പറയും. എൻ്റെ അപ്പച്ചൻ കാർ പാർക്ക് ചെയ്യാൻ എത്ര സെക്യൂരിറ്റീനെ വെക്കണം എൻ്റെ കല്യാണത്തിന്, ഇൻവിറ്റേഷൻ കാർഡിൽ എങ്ങനെ വെക്കണം. അപ്പൻ്റെ കുറേ കൂട്ടുകാരൻ അവരുടെ അഡ്ലക്സിൽ വെച്ച് കിടത്തണം. അവിടെ വലിയ ആളുകളുടെ കല്യാണമൊക്കെ അപ്പോൾ അഡ്ലക്സിലാണ്. എന്നെ ഇറക്കാൻ വെച്ചിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ അപ്പൻ്റെ എല്ലാ സ്വപ്നവും നടത്താൻ. ആ മനുഷ്യൻ അറിയാതെ ഈ കല്യാണക്കുറി എങ്ങനെയുണ്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. അയാളോടാണ് ഞാൻ പറയുന്നത്, ആരെയും വിളിക്കുന്നില്ല. അപ്പനമ്മ, അവളുടെ അപ്പനമ്മ, എൻ്റെ കൂട്ടുകാരായ 2-3 അച്ഛന്മാർ കിട്ടിക്കുക, ദാറ്റ്സ് ഇറ്റ്. നീ കാണിക്കുന്ന അഹങ്കാരമാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അയാളുടെ സ്വപ്നങ്ങൾ മുഴുവൻ അയാളിങ്ങനെ മാറ്റി വെച്ചിട്ട് ഓക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, കണ്ടോ ഇവിടെയൊക്കെ നടത്തായിരുന്നു 2000 രൂപയുടെ പ്ലേറ്റ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ, ഈ യുദ്ധങ്ങളുടെ ഇടയിൽ നമ്മളിങ്ങനെ നിൽക്കുക, വീഡിയോസ് ചെയ്ത് ഞാൻ വല്ലാണ്ട് നന്നായിപ്പോയി.
തമാശ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ പൊട്ടിത്തെറി. നാളെ എനിക്കെന്ത് സംഭവിക്കുന്ന അറിഞ്ഞൂടാ. ഭേദപ്പെട്ട മനുഷ്യനാണ്. ട്രാഫിക്കിലൊക്കെ എല്ലൊട്ടിച്ച വണ്ടി ഒരു അപ്പാപ്പനാണ്. സ്റ്റാർട്ടാക്കാൻ നിൽക്കും. ഞാൻ ഹോണടിച്ച് വെറുപ്പിക്കില്ല, മിണ്ടാണ്ടിരിക്കും. അപ്പച്ചനെടുക്കട്ടെ, അല്ലെങ്കിൽ സൈഡുള്ള നോക്കിയിട്ട് പോവാം, അല്ലാണ്ട് എടുത്തോണ്ട് പോവാ ഇല്ല. നന്നായി. വണ്ടിയുടെ പുറകിൽ എടുത്ത് വന്ന് ഒറ്റയിടി. പുതിയ വെർണ സ്വിഗ്ഗി ഓടുന്നവനാണ്. ഇറങ്ങിയിട്ട് എവിടെ വെക്കണോ ഓടിക്കണം, വണ്ടി സൈഡാക്കിയിട്ട് വണ്ടിയുടെ ഫോൺ അല്ലെങ്കിൽ നമ്പർ എടുത്ത് എന്താ എങ്ങോട്ടാ ഓടിക്കണേ, പൈസ എടുക്കുക, ഫോൺ നമ്പറാ. ഏയ് ഇല്ല. സ്വിഗ്ഗി ഓടുന്നവനേക്കാൾ പൈസ എൻ്റെ കയ്യിലുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ട്. അവനോട് പറയും, എടാ മഴയാടാ, നോക്കി കണ്ടൊക്കെ പോ ചേട്ടാ, കുറച്ചൊന്ന് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ, അതേ സെറ്റായിക്കോളാം, പൊക്കോ. ബെറ്ററായതാ. കാരണം എൻ്റെ ടാഗ്ഡ് ഫോൾഡേഴ്സിൽ എന്നെ ടാഗ് ചെയ്ത് ഒരിക്കലൊരു വീഡിയോ കണ്ടു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ജിമ്മ് കഴിഞ്ഞാണ്, അപ്പോൾ വേർപ്പൊഴുകി മൂക്കിനോട് നോക്കി ഇക്കില്ല. അപ്പം ഞാൻ അതൊരുത്ത വീഡിയോ എടുത്തിട്ടുണ്ട്. വണ്ടി പോണരുത്, മെറ്റ് ജോസഫ് എന്നെ കുട്ടി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കണം. നമുക്കിന്നോട് ഈ മനുഷ്യരോട് കുറച്ചുകൂടിയൊക്കെ, പ്രത്യേകിച്ച് റോഡിൽ, ഞാൻ ഇതും KLF പറഞ്ഞതാണ്. വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്നു, ഒരു ബൈക്കാരനെ ഇടിച്ചു പിടിച്ചില്ല, അവനെ ഒറ്റ എടുക്കലെടുത്തു. അവൻ ഉറക്കെ എൻ്റെ അമ്മേനെ കെട്ടിക്കാനാണോ പോണെന്ന് ചോദിക്കുന്നത്. അകത്തിരിക്കുന്ന ജോസഫ് അന്നൻകുട്ടി ജോസാണ്, മോട്ടിവേഷണൽ സ്പീക്കർ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മനുഷ്യനാണ്, പച്ച മനുഷ്യൻ. പിന്നോത്തിരി അതാണ് എൻ്റെ ചോദിക്കണമെന്നുണ്ട്. ഫ്രസ്ട്രേഷൻ വരുന്നു. ഇതിങ്ങനെ സെക്കൻഡുകൾക്കുള്ള ബ്ലോക്ക് ഉണ്ട്, ഞെരങ്ങിയ പോണേ. അയാൾ തൊട്ട് പുറകിലുണ്ട്. പിന്നാത്തിയിട്ട് അമ്മയ്ക്കൊന്നും വിളിക്കാൻ കണ്ടു ചേട്ടാ, നോക്കിലാണ്ട് വണ്ടി ഓടിച്ച് പോക്കൂ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് TV യിൽ. പക്ഷെ ഞാൻ ജോസഫിനെ കൂട്ടി പോയി വീഡിയോസ് ചെയ്തു പോയി. ഫോർഗീവ്നെസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തു പോയി. നമ്മുടെ ഫസ്റ്റ് തോട്ടിനെ മാറ്റി സെക്കൻഡ് തോട്ടിനെ എടുക്കുകയാണ്. വിൻഡോ താത്തുന്നു. അയാൾ അടുത്തെത്തുമ്പോൾ, ചേട്ടാ സോറി കേട്ടോ, കണ്ടില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വിളിച്ചാൽ മനുഷ്യൻ വൈസർ പൊക്കിയിട്ട് സോറി. മനുഷ്യരെന്തൊരു നല്ലതാണ് അല്ലേ? മനുഷ്യർ ആക്ച്വലി നല്ലത്. നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ആദ്യം മനുഷ്യനായിട്ടൊന്ന് അപ്രോച്ച് ചെയ്യണം. ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് എന്നെക്കുറിച്ചൊരു വീഡിയോ വന്നിരുന്നു. ഒരു തംബ്നെയിലാണ്. തംബ്നെയിലിൽ ഞാൻ ചിരിച്ച് നിൽക്കുന്നു, എൻ്റെ അപ്പനും അമ്മയുണ്ട് ആ ഫോട്ടോയിൽ. തംബ്നെയിലിൽ അടിയിലെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മയെ അപ്പൻ തല്ലുന്നത് കണ്ടു വളർന്ന മകനാണ് ഞാൻ. എൻ്റെ ആയുസ്സിൽ ഞാൻ എൻ്റെ അപ്പൻ അമ്മയെ തല്ലുന്നത് കണ്ടിട്ടില്ല. വീഡിയോ ഇങ്ങനെ പോകുന്നു. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എടാ എനിക്കൊരു തോമസ് മാഷ് അയച്ചതെന്നാണ്, നീ എന്തൊക്കെ വിളിച്ച് പറഞ്ഞേ, ഞാൻ എവിടെ തല്ലിയെന്ന് പറയണേ, കൈ പോലും ഞാൻ ഒങ്ങിയിട്ടില്ല, അവൾ തല്ല വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നീ എന്തൊക്കെ പറയണേ? അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വീഡിയോ ചെയ്തവനെ കണ്ടപ്പോൾ, ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ, ഞാനൊരു ടോക്ക് ഷോയ്ക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരിയെ അവളുടെ ഹസ്ബൻഡ് KSRTC സ്റ്റാൻഡിൽ വെച്ച് കരണത്തടിച്ചു, കയറിപ്പോടി വീട്ടിൽ നിന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ഉപദ്രവകാരൻ ഇറങ്ങിപ്പോയിരുത്തിയാണ്. അവൻ അടിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒരടിയൊക്കെ കുഴപ്പമില്ല, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ തല്ലുന്നതാണ് ഞാൻ വളർന്നത്. ഈ കഥ ഞാൻ പറഞ്ഞു. പിന്നെ അവൻ കൊടുത്ത തമ്മിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോ, ഈ ഡയലോഗും. ആദ്യത്തെ ഓപ്ഷൻ മനസ്സിൽ വരുന്നത്, ബ്രോ വൃത്തികേട് കാണിക്കരുത്, അല്ലെങ്കിൽ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആദ്യം മനുഷ്യനായിട്ടൊന്ന് അപ്രോച്ച് ചെയ്തു. ഡിയർ ബ്രദർ ഓർ സിസ്റ്റർ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീഡ് വ്യൂസ്, ബട്ട് ദ തംബ്നെയിൽ ഈസ് ടെറിബിളി റോങ്. എൻ്റെ അപ്പന് 78 വയസ്സുണ്ട്, അമ്മയ്ക്ക് 68. അവരിതുവരെ തല്ലൂടി ഞാൻ ഇടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് പേര് എൻ്റെ അപ്പനും അമ്മയ്ക്ക് അയക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ പ്രായം അവർക്ക് ഫേക്ക് ന്യൂസ് ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. എൻ്റെ അപ്പനമ്മയെ അത് ബാധിക്കും, ദയവ് ഇത് റിമൂവ് ചെയ്യുമോ? വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം മറുപടി വന്നു. മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്നറിയാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ തംബ്നെയിൽ മാറ്റാം. താൻ തംബ്നെയിൽ മാറ്റി. അഹിംസയാണ് ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ മറ്റേ ആംഗിൾ ചിന്തിക്കും. ഞാൻ ചെയ്യുന്നത് അവൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഓൺലൈൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരിക്കും. നാണമാവില്ല ഇങ്ങനെയുള്ളവർക്കൊക്കെ. എന്തിനാണ് മറ്റുള്ള, ആദ്യം മനുഷ്യനായിട്ട് ട്രൈ ചെയ്യാമെന്നേ. നമുക്കെല്ലാവർക്കും മനുഷ്യരായിട്ടൊന്ന് ട്രൈ ചെയ്യാം ഏതൊരു കാര്യത്തിലും.
നിങ്ങളുടെ ബർത്ത്ഡേക്ക് കല്യാണത്തിന് നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങൾ വിളിച്ചില്ല. ഒരു ഓപ്ഷൻ, നിങ്ങളുടെ മകളുടെ കല്യാണം വരുമ്പോൾ അയാളെ വിളിക്കാതിരിക്കുക, കണക്ക് വയ്ക്കാലോ. രണ്ടാമത്തെ വർഷം അയാൾ കാണുമ്പോൾ എന്തായി, അപ്പോൾ അയാൾ പറയടാ നിന്നെ കല്യാണം വിളിക്കാൻ വിട്ടുപോയതാടാ. അതിനിപ്പോൾ എന്താണ്, ഞാൻ എല്ലാം കണ്ടു, നല്ല ചെക്കൻ, മോൾക്ക് പറ്റിയ ചെക്കനാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് വിളിച്ച അച്ഛന്മാരിൽ ഈ സെമിനാരിൽ പോയിട്ട് ഒരുപാട് അച്ഛന്മാർ സുഹൃത്തുക്കളുണ്ട്. ഗുരുക്കന്മാരായ ഒരു 5-6 പേര് ഓൾറെഡി ആയി. പ്രതീഷ് കല്ലറയ്ക്കൽ എന്നൊരു അച്ഛനുണ്ട്. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ക്രിസ്മസ് കാർഡുകൾ അവൻ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് എനിക്ക് തരുമായിരുന്നു. എടാ നീ എൻ്റെ അപ്പച്ചനമ്മയ്ക്കൊക്കെ അയക്കും നിൻ്റെ ഫോട്ടോ വെച്ച്, ഹാപ്പി ക്രിസ്മസ്. അവൻ എൻ്റെ ഒരു ലെറ്റർ, ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങി ഞാൻ ബാംഗ്ലൂർ എത്തി പഠിക്കുന്ന സമയത്ത് പ്രതീഷ് കല്ലറയ്ക്കൽ അന്ന് ഒരു എഴുത്ത് എഴുതിയിരുന്നു. ഒരു 5 വർഷം മുമ്പ് ഞാൻ അതാണ് കണ്ടപ്പോൾ അവൻ ആ എഴുത്തിപ്പിന് സൂക്ഷിച്ചു വെച്ചു. അത്രയാണ് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ജോസഫിനെ കാണാൻ പോവാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരുത്തനെ ഞാൻ കല്യാണം വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, എടാ ഓരോ 5-6 അച്ഛന്മാരുണ്ട്, നിന്നെ വിളിച്ചാൽ എൻ്റെ ബാച്ചിലുള്ള പലരെയും വിളിക്കേണ്ടി വരും, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ കല്യാണം നടക്കുമ്പോൾ നീ വരരുന്നല്ല, അത് പറയില്ല കേട്ടോ, കല്യാണം നിനക്കിനും വിളിക്കണമെന്ന്. പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണ് പ്രതീക്ഷ. ഒരു കുഴപ്പമില്ല, എടാ ഭംഗിയോട്ടെ, കൊച്ചവിടുന്നാണ്, പ്രാർത്ഥിക്കും വെച്ചു. പക്ഷെ എനിക്ക് ഉറക്കം കിട്ടില്ല. പ്രതീഷ് കല്ലറയ്ക്കലാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്. രാത്രി പോയി വീണ്ടും വിളിച്ചു, എടാ പ്രതീക്ഷ എനിക്ക് ഉറക്കം കിട്ടണേടാ, എനിക്ക് സങ്കടമായോ. എടാ നിൻ്റെ കല്യാണത്തിന് പറഞ്ഞോന്നൊക്കെ ഉണ്ട്, അതിപ്പോൾ ആർക്കാരും ഉണ്ടാവില്ലേ, എത്ര പേർക്കുണ്ടോ, നീ ഇങ്ങനെയല്ലേ നടത്തണേ. ഞാൻ നിനക്കറിയാം പണ്ടോടെ ഈ ഫോട്ടോസ് എടുക്കുക, ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരുത്തനാണ് ഞാൻ. ചില സമയത്ത് ഞാനെടുത്ത നല്ലൊരു ഷോട്ട് ഉണ്ടാവും, എൻ്റെ ഫേവറേറ്റ് ഷോട്ട്. ഈ റീല് 1 മിനിറ്റിനുള്ളിൽ തീർക്കണം. എൻ്റെ ആ ഫേവറേറ്റ് ഷോട്ട് വെച്ചാൽ 1 മിനിറ്റ് കഴിയും, അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വർക്ക് മോശമാവും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വേദനയോടുകൂടി എൻ്റെ ഫേവറേറ്റ് ഷോട്ട് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഐ നോ ദാറ്റ് ഐ ആം യുവർ ഫേവറേറ്റ് ഷോട്ട്. പക്ഷെ നീ അത് ഡിലീറ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാവും. ആ പേര് നീ എന്നെ വിളിച്ചാൽ ബാച്ചിലുള്ള 32 പേരെ വിളിക്കേണ്ടി വരും, സെമിനാറിലുണ്ടായിരുന്നവരെ. എടാ ചിലരൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി, എനിക്കതിൽ ഒരു വേദനയില്ല. ഞാൻ കടന്നുപോയ യുദ്ധത്തിൽ ഞാൻ വിളിക്കാതിരുന്ന എൻ്റെ ചങ്ങാതി ഒരു പരാതി പോലുമില്ലാതെ എന്നെ ഇങ്ങനെ സുഖപ്പെടുത്തുന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടി അവരെ കാണാൻ പോയി. അപ്പം എൻ്റെ വൈഫ് ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ കാണുന്ന കൂടെ അച്ഛന്മാർ, എൻ്റെ ഗുരുക്കന്മാർ. ഈ പള്ളിയിലായതുകൊണ്ട് സെമിനാരി ആയതുകൊണ്ട് അച്ഛന്മാരാണ് എൻ്റെ കൂട്ടുകാർ മുഴുവൻ. ഓരോരുത്തരെ കാണുന്നു. ഈ പ്രതീക്ഷനെ കണ്ടു കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ വൈഫ് പറയുന്നു, പ്രതീക്ഷത്തിന് വല്ലാത്തൊരു ഓറയാണ്, നമുക്കൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ പ്രതീക്ഷനെ കൊണ്ട് മാമേസ് നോക്കിക്കാം. ഞാൻ പറഞ്ഞു, നീ ഇതുവരെ കണ്ട ആരെക്കുറിച്ച് അത് പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്തോ ഒന്ന് അയാളുടെ ഇടപെടലുകളിൽ വർത്തമാനത്തിലുണ്ട്, എന്തൊരു ഓറ എന്നാണ് പറഞ്ഞു. എൻ്റെ വൈഫ് യോഗയൊക്കെ പഠിക്കുന്ന സ്ത്രീയല്ല, പെൺകുട്ടിയാണ്. 14 വർഷമായിട്ട് യോഗ പഠിക്കുന്നു. അതിൻ്റെ ഒരു വെട്ടമുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ പ്രതീക്ഷ ആയിക്കോട്ടെ എന്നാ. കാരണം ഞാനിങ്ങനെ ഉറക്കമില്ലാണ്ട് കിടന്നപ്പോൾ സ്വയം വേദനയായിട്ട് അയാൾ എൻ്റെ ഉറക്കം ഭംഗിയാക്കി തന്നു. നമുക്കും കുറെ കൂടി നല്ല മനുഷ്യരാവാമെന്ന് തോന്നും. ആരും കാണാത്ത യുദ്ധങ്ങൾ, അതാണല്ലേ പുസ്തകം. ആ പുസ്തകം നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതുപോലുള്ള കൊച്ചു കഥകളാണ്. ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം അതിനകത്തില്ല. ഇതുപോലെ വളരെ ഡീപ്ലി എന്നെ മൂവ് ചെയ്ത കുറേ മനുഷ്യർ, എൻ്റെ തന്നെ ചില മോശപ്പെട്ട അവസ്ഥകൾ. ഇപ്പം ബുക്കിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. MBIBooks.com മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റോറിലൂടെയും പുസ്തകങ്ങൾ അവൈലബിൾ ആണ്.